ഹായ് എവരിവൺ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടിങ് തിയറിയിലെ സം റൂൾ ആൻഡ് പ്രൊഡക്റ്റ് റൂളാണ്. കൗണ്ടിങ് തിയറിയിലെ സം റൂൾ ആൻഡ് പ്രൊഡക്റ്റ് റൂൾ. അപ്പോൾ എന്താണ് സം റൂൾ എന്നുള്ളത് ആദ്യം നോക്കിയതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് റൂളിലേക്ക് കടക്കാം. അപ്പോൾ സം റൂൾ പേര് പോലെ തന്നെ എന്താണ്, നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അല്ലേ. എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഓക്കെ, ഏതൊക്കെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യണം. പ്രൊഡക്റ്റ് റൂളും അതുപോലെ തന്നെ എപ്പോഴാണ്, ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സം റൂൾ എന്ന് നോക്കി എക്സാമ്പിൾ കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് വൺ റൂൾ ഓഫ് സം. അപ്പോൾ എന്താണ് സം റൂൾ ഉള്ളതെന്നൊന്ന് ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ക്ലാസ്സിൽ എന്നെ ക്ലാസ് നമുക്കൊരു 15 ബോയ്സ് ഉണ്ട്, 15 ബോയ്സ് ഉണ്ട്, ഒരു 20 ഗേൾസും ഉണ്ടെന്നിരിക്കട്ടെ. 15 ബോയ്സ് ആൻഡ് 20 ഗേൾസ്. ഇതിൽ നിന്നും നമുക്കൊരു ലീഡറിനെ സെലക്ട് ചെയ്യണം. ഒരു ലീഡറിനെ ആദ്യം നമുക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനത്തെ ബേസിലൊക്കെ നമുക്ക് ലീഡറിനെ സെലക്ട് ചെയ്യാം? നമുക്ക് ഒരു ലീഡർ മതി. അത് ഒന്നെങ്കിൽ ഒരു ബോയ് ആവാം, അല്ലെങ്കിൽ ഒരു ഗേൾ ആവാം. ഓക്കെ, ഒന്നെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേൾ. അപ്പോൾ നമ്മൾ എത്ര ബോയ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ഒരു ക്ലാസ്സിൽ 15 ബോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 20 ഗേൾസാണ് പറഞ്ഞത് അല്ലേ. 20 ഗേൾസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ നിന്നും നമുക്കൊരു ലീഡറിനെ സെലക്ട് ചെയ്യണം. ഒരു ലീഡറിനെ നമുക്ക് എടുക്കണം. അപ്പോൾ ഏതൊക്കെ വേസിൽ നമുക്ക് ചൂസ് ചെയ്യാം? ഒന്നെങ്കിൽ ഒരു ബോയ് ആയിരിക്കാം ഒരു ലീഡർ, അല്ലെങ്കിൽ ഒരു ഗേൾ ആയിരിക്കാം അല്ലേ. അപ്പോൾ ഏതൊക്കെ വേസിൽ ചൂസ് ചെയ്യാമെന്ന് വെച്ചാൽ 15 ബോയ്സിൽ നിന്നും നമുക്ക് 15 വേസിൽ നമുക്ക് സെലക്ഷൻ നടത്താം അല്ലേ. 15 ബോയ്സിൽ നിന്നും 15 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓർ അല്ലെങ്കിൽ 20 ഗേൾസിൽ നിന്നും 20 വേസിൽ നമുക്കൊരു ഗേളിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിടണം? പ്ലസ് ഇടണം. പ്ലസ് ഇട്ടിട്ട് നമ്മൾ 20 എഴുതുന്നു. ഓക്കെ, അപ്പം 15 + 20 എന്താണ്? 35. ഓക്കെ, 35 വേസിൽ നമുക്ക് ആരെ സെലക്ട് ചെയ്യാം? ആ ക്ലാസ്സിലൊരു ലീഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 15 ബോയ്സിൽ നിന്നോ അല്ലെങ്കിൽ 20 ഗേൾസിൽ നിന്നോ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ ഓറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓറെന്ന് പറയുമ്പോൾ അതായത് 2 ടാസ്കും കൂടെ നമുക്ക് ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ബോയ്സിനകത്തുനിന്ന് ഒരാൾ, അല്ലെങ്കിൽ ഗേൾസിനകത്തുനിന്ന് ഒരാൾ. ഒരേ ടാസ്ക് ബോയും ഗേളും ഒന്നിച്ച് പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ടാസ്ക് ഒരു ടൈമിൽ പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സം റൂൾ അപ്ലൈ ചെയ്യുന്നത്. 2 നമ്പേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ സം റൂൾ. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. Okay, but if a procedure of doing something can be done either in a one of n1 ways or in a one of n2 ways. ഒന്നെങ്കിൽ n1 വേസിൽ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഒന്നെങ്കിൽ 15 ബോയ്സിൽ നിന്നും 15 വേസിൽ, അല്ലെങ്കിൽ 20 ഗേൾസിൽ നിന്നും 20 വേസിൽ. അപ്പോൾ അതാണ് n1 ways or in a n2 ways. Then the procedure can be done in n1 + n2 ways. Then the whole procedure നമുക്ക് എത്ര വേസിൽ ചെയ്യാം? രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അതാണ് n1 + n2. ഓക്കെ, അത്രയേ ഉള്ളൂ സം റൂള്. ഇപ്പോൾ എന്താണ്, ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ടാസ്ക് നമ്മൾ n1 വേസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓർ n2 വേസിൽ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് വേസ് അപ്പം ഫുൾ എത്രയായിരിക്കും ആ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട്? n1 + n2 വേസ് ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സം റൂൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിളും കൂടെ നോക്കുമ്പം ഒന്നുകൂടെ ക്ലിയർ ആവും. നെക്സ്റ്റ് എക്സാമ്പിളാണ്, വായിച്ചേ. ദ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ചൂസ് ഐദർ എ മെമ്പർ ആസ് എ സ്റ്റുഡൻറ്റ് ഓർ എ ഫാക്കൽറ്റി മെമ്പർ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഫോർ എ യൂണിവേഴ്സിറ്റി കമ്മിറ്റി. ഒരു മെമ്പർ അല്ലെ, ഒരു സ്റ്റുഡൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫാക്കൽറ്റി മെമ്പറിൽ നിന്നോ ഒരാളെ സെലക്ട് ചെയ്യുകയാണ്. How many choices are there for this representative if there are 37 members of the mathematical faculty and 83 mathematics majors and no one is both a faculty member and a student? അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുപോലെ ആകാൻ പാടില്ല. ഒന്നെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ് വേണം, അല്ലെങ്കിൽ ഫാക്കൽറ്റിയിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യുവാണ്. അതൊന്നെങ്കിൽ ഫാക്കൽറ്റി മെമ്പേഴ്സിൽ നിന്ന് ഒരാളായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ നിന്ന് ഒരാളായിരിക്കണം. രണ്ടും കൂടെ ഒന്നിച്ച് പറ്റത്തില്ല. ഇപ്പോൾ 2 ടാസ്കും കൂടെ ഒന്നിച്ച് വരില്ല, ഏതെങ്കിലും ഒരെണ്ണമേ ഒക്കത്തുള്ളൂ അല്ലേ. സോ നമുക്കപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് ഒന്നെങ്കിൽ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയിൽ 37 മെമ്പേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് 37 വേസ് ഉപയോഗിച്ച് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. ഓർ 83 മാത്തമാറ്റിക്സ് ഓക്കെ, ദെൻ 83 സ്റ്റുഡൻസിൽ നിന്നും എത്ര പേരെ സെലക്ട് ചെയ്യാം? 83 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഇത്. സൊല്യൂഷൻ എന്താ വരും? ബൈ ദ സം റൂൾ ഫോളോസ് ദാറ്റ് ദർ ആർ 37 + 83. ഇപ്പോൾ എത്ര പോസിബിൾ വേസ് ഉണ്ട് ടോട്ടൽ? 37 + 83. ഒന്നെങ്കിൽ 37 മെമ്പേഴ്സിൽ നിന്ന് ഒരാൾ, അല്ലെങ്കിൽ 83 മെമ്പേഴ്സിൽ നിന്ന് ഒരാൾ.
അപ്പോൾ എത്ര കിട്ടി ടോട്ടൽ? 120 അല്ലേ? 120 വേസും ടോട്ടൽ കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? സം റൂൾ അത്രയേ ഉള്ളൂ. 2 ടാസ്കും കൂടെ ഒരു കാര്യം നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 2 ടാസ്കും കൂടെ നമ്മൾ ഒരുപോലെ പെർഫോം ചെയ്യില്ല, ഏതെങ്കിലും ഒരു ടാസ്ക് അറ്റ് എ ടൈം. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ എന്താണെന്നുള്ളത്. ഓക്കെ, ദ സം റൂൾ ഇൻ ടേംസ് ഓഫ് സെറ്റ്. സെറ്റിൻ്റെ ടേംസിൽ സം റൂൾ എന്ത് വരും? ഇത് സം റൂൾ ക്യാൻ ബി ഫ്രേസ്ഡ് ഇൻ ടേംസ് ഓഫ് സെറ്റ് അല്ലേ? എന്താണ്? കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി. കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ്? കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി ആയിരിക്കും. ആസ് ലോങ് ആസ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്. എന്താണ്? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എയും ബിയും എന്തായിരിക്കണം? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കും. ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള മെമ്പറൊന്നും കാണാൻ പാടില്ല. ഇൻ്റർസെക്ഷൻ 5 ആയിരിക്കണം. ഓക്കെ, എയുടെയും ബിയുടെയും എ ആൻഡ് ബി ഡിസ്ജോയിൻറ്റ് ഇംപ്ലൈസ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആണല്ലോ. സോ എ യൂണിയൻ ബിയുടെ കാർഡിനാലിറ്റി എന്തായിരിക്കണം? കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി ആവുന്നത് എപ്പോഴാണ്? എയും ബിയും ഡിസ്ജോയിൻറ്റ് ആയിരിക്കുമ്പോഴാണ് ആവുന്നത്. ഓക്കെ, അതൊരു സം റൂളാണ് അല്ലേ? ജസ്റ്റ് ഇത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി ആയിരിക്കുന്നത് എ ആൻഡ് ബി ഡിസ്റ്റോയിൻ്റ് ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം? ജനറലി നമുക്കിപ്പം സെറ്റുകൾ A1 A2 എക്സെട്ര AM സെറ്റ്സ് ഉണ്ടെന്ന് വെച്ചു. A1 A2 എക്സെട്ര AM സെറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിയൻ എടുത്തു. യൂണിയൻ A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AM, എന്നിട്ട് അതിൻ്റെ കാർഡിനാലിറ്റി എടുത്തു അല്ലേ? കാർഡിനാലിറ്റി ഓഫ് എടുക്കുമ്പോൾ ഈ കാർഡിനാലിറ്റി ഓഫ് A1 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് A2 പ്ലസ് എക്സെട്ര പ്ലസ് കാർഡിനാലിറ്റി ഓഫ് AM എന്ന് എഴുതണമെങ്കിൽ എന്താണ്? ഒരു കണ്ടീഷനേ ഉള്ളൂ, AI ഇൻ്റർസെക്ഷൻ AJ ഈക്വൽ ടു 5 ആയിരിക്കണം അല്ലേ? ഏത് 2 സെറ്റ് എടുത്താലും, ഇതിനകത്ത് ഏത് 2 സെറ്റ് എടുത്താലും അതിൻ്റെ എല്ലാ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കണം? 5 ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു സെറ്റിനെ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, മോഡുലസ് ഓഫ് A1 മോഡുലസ് മീൻസ് കാർഡിനാലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AM ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് A1 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് A2 പ്ലസ് എക്സെട്ര പ്ലസ് കാർഡിനാലിറ്റി ഓഫ് AM ആയിരിക്കും. ഓക്കെ, ഇതാണ്. ഇനിയും എക്സ്റ്റൻഷൻ ഓഫ് സം റൂൾ അല്ലേ? സം റൂൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ 2 കേസിലെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പം ഒരു ബോയ്സിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ പറയുവാണെങ്കിൽ സ്റ്റുഡൻസിൽ ഗ്രൂപ്പിൽ ബോയ്സിനെ അല്ലെങ്കിൽ ഗേൾസിനെ ലീഡറായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ 2 ടാസ്ക് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് N ടാസ്കുകളിലേക്ക് വരുമ്പോൾ കാര്യമാണ് ഇവിടെ പറയുന്നത്. Suppose there are T1, T2, etc. TM task which are performed in N1, N2, etc. N1 ways. അതായത് T1 ടാസ്ക് N1 വേസിൽ പെർഫോം ചെയ്യുന്നു, T2 ടാസ്ക് N2 വേസിൽ പെർഫോം ചെയ്യുന്നു, എക്സെട്ര. TM ടാസ്ക് NM വേസിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആൻഡ് വി കനോട്ട് പെർഫോം എനി 2 ടാസ്ക് സൈമിൾട്ടേനിയസ്ലി അല്ലേ? അത് നമുക്കറിയാം. അതാണ് സം റൂളിൻ്റെ പ്രത്യേകത. നമുക്ക് ഒരു ടാസ്ക് 2 ടാസ്ക് ഒരുപോലെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടാസ്ക് ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ്ലി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അറ്റ് എ ടൈം ഒരെണ്ണം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ ടാസ്കുകളെല്ലാം പെർഫോം ചെയ്യാനായിട്ട് എത്ര വേസാണ് ഉള്ളത്? N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര പ്ലസ് NM വേസ്. TM ടാസ്ക് T1 പ്ലസ് T2 എക്സെട്ര TM ടാസ്കുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടോട്ടൽ വേസ് ആണുള്ളത്? N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര പ്ലസ് NM വേസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് 2 നമ്മൾ 2 എണ്ണത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് M ടാസ്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, അപ്പോൾ സം റൂൾ മനസ്സിലായല്ലോ. നമുക്ക് ആഡ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ടാസ്ക് മാത്രമേ നമ്മളൊരു ടൈം പെർഫോം ചെയ്യുള്ളൂ. സോ 2 ടാസ്കും കൂടെ ഒരേ സൈമിൾട്ടേനിയസ്ലി ഒന്നും പെർഫോം ചെയ്യില്ല. സോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സം റൂൾ ആകുമ്പം ഓറായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. സോ അത് ആഡ് ചെയ്തങ്ങ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് കാണാവുന്നതാണ്. ഇനി പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ എന്താണ്? പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ടാസ്കുകൾ ഒരേ സമയത്ത് നമുക്ക് 2 ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ എന്താണെന്ന് നോക്കാം. എ പ്രൊസീജിയർ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സീക്വൻസ് ഓഫ് 2 ടാസ്ക്. ആ പ്രൊസീജിയേഴ്സ് നമുക്ക് ടാസ്കുകളായിട്ട് മാറ്റാം. എന്നിട്ട് there are N1 ways to do the first task and N2 ways to do the second task. Then there are N1 into N2 അല്ലേ? N1 into N2 ways to do the procedure. അപ്പം ഫസ്റ്റ് ടാസ്ക്, അപ്പം ആദ്യത്തെ ടാസ്ക് ഇപ്പോൾ ഒരു പ്രൊസീജിയറിനെ നമ്മൾ ടാസ്കുകളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആദ്യത്തെ ടാസ്ക് N1 വേസും രണ്ടാമത്തെ ടാസ്ക് N2 വേസും ആക്കി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് N1 into N2 ആയിരിക്കും. ഓക്കെ, N1 into N2 ആയിരിക്കും. ടാസ്ക് T1 ചെയ്യാൻ N1 വേസും ടാസ്ക് T2 ചെയ്യാൻ N2 വേസും ആണെങ്കിൽ N1 into N2 വേസ് ആയിരിക്കും ടോട്ടൽ വേണ്ടത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, N1 into N2 വേസ് ആണ് ടോട്ടൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. മനസ്സിലായല്ലോ? ഇതാണ്
ആൻഡ് ആയിരിക്കും കൂടുതലും പ്രൊഡക്റ്റ് റൂളിൽ നമുക്ക് ചോദിക്കുന്നത്. ഈ ടാസ്ക് ആൻഡ് ദ അതർ വൺ. ആൻഡ് വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, പ്രൊഡക്റ്റ് റൂൾ എടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഹൗ മെനി ബിറ്റ് സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 7 ആർ ദെയർ. ഹൗ മെനി ബിറ്റ് സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 7 ആർ ദെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഓക്കെ, ഹൗ മെനി ബിറ്റ് സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 7 അല്ലേ. അപ്പോൾ 7 ലെങ്ത് വരുന്ന, ഇങ്ങോട്ട് എഴുതാം, 7 ലെങ്ത് വരുന്ന സ്ട്രിങ്സ് 1 2 3 4 5 6 7. സപ്പോസ് ഇതാണ് 7 ലെങ്ത് വരുന്ന സ്ട്രിങ് അല്ലേ. ബിറ്റ് സ്ട്രിങ്സ് ആകുമ്പം ഒരെണ്ണത്തിനകത്ത് എത്രയൊക്കെയാണ് പോസിബിൾ വരാമെന്ന്, 0 or 1 അല്ലേ. ഇവിടെ അപ്പം 0 or 1 വരാം, 2 രണ്ടെണ്ണത്തിൽ 0 or 1 ഏതെങ്കിലും രണ്ടെണ്ണം. ഇവിടെ അതുപോലെ തന്നെ 0 or 1 രണ്ടെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം. ഇവിടെ എല്ലാം അതാണ് പോസിബിലിറ്റി അല്ലേ, 0 or 1. ഈ നമ്മൾ ഈ ഡാഷ് ഇട്ട് ബ്ലാങ്ക് ഇട്ട് എഴുതിയേക്കുന്നിടത്തെല്ലാം ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 വരാം അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലെങ്ത്, അപ്പോൾ 7 ലെങ്ത് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്ര ആണ്, 2 × 2 × 2 × 2 × 2 × 2 അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരെണ്ണം വരാം 2 × രണ്ടാമത്തെ ബിറ്റിലൊരെണ്ണം വരാം, മൂന്നാമത്തെ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും, 1 2 3 4 5 6 7. 7 ലെങ്ത് വരുന്നതിൽ ഡിജിറ്റ്സ് 0 and 1 ആണ് വരുന്നത്. സോ നമ്മൾ 2 എന്ന് പറയുന്നത് 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ. ഈക്വൽ ടു 2⁻7. 2⁻7 എന്ന് പറയുന്നത് 128 ആണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ 2 എന്നൊന്ന് മനസ്സിലായല്ലോ. 0 അല്ലെങ്കിൽ 1 ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ അത് തന്നെ 0 or 1 ആയിരിക്കും. രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ 2 × 2 × 2 × ഇത്രയാണ് 7 times 2 വരുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത് അല്ലേ. എന്താണ്, ഹൗ മെനി ബിറ്റ് സ്ട്രിങ്സ് ഓഫ് ലെങ്ത്, എത്ര എണ്ണം വരുമെന്ന് വെച്ചാൽ ടോട്ടൽ എത്ര എണ്ണം വരാവുന്നതാണ്. ഓക്കെ, ഇനി എക്സാമ്പിൾ 2 നോക്കിയാൽ ഇതുപോലെ തന്നെ, ഹൗ many different license plates be made if each plate contains a sequence of 3 uppercase English letters followed by 3 digits അല്ലേ. നമുക്ക് ഡിഫറെൻറ്റ് ലൈസൻസ് പ്ലേറ്റ്സ് ഉണ്ടാക്കണം. എന്താണ് എൻ്റെ പ്രത്യേകത? ലൈസൻസ് പ്ലേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈച്ച് പ്ലേറ്റ് കണ്ടെയ്ൻസ് എ സീക്വൻസ് ഓഫ് 3 uppercase ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. ആദ്യം ഇപ്പം സീക്വൻസ് ഓഫ് 3 uppercase ലെറ്റേഴ്സ്. ഫസ്റ്റ് എന്ത് വേണം? 3 uppercase ലെറ്റേഴ്സ് വേണം. അതായത് 3 ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ആൽഫബറ്റ്സിൽ നിന്ന് 3 ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. ഫോളോഡ് ബൈ 3 ഡിജിറ്റ്സ്. പിന്നെ വരുന്ന ബാക്കി 3 എണ്ണം ഡിജിറ്റ്സ് ആയിരിക്കണം അല്ലേ. ആദ്യത്തെ 3 എണ്ണം എന്താവണം? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നിന്നുള്ള ലെറ്റേഴ്സും പിന്നെ ഇത് ഫോളോ ചെയ്തിരുന്നത് അത് ബാക്കി 3 എണ്ണം. അങ്ങനെ ടോട്ടൽ 6 ആണ്. 6 വരുന്ന 6 നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയാൻ സാധിക്കത്തില്ല, ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടെ ചേർന്ന് 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ ആദ്യത്തെ 3 എണ്ണം ആൽഫബറ്റ്സും പിന്നീട് 3 എണ്ണം ഡിജിറ്റ്സുമാണ് വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, എത്ര എണ്ണം വരാം അല്ലേ, എത്ര എണ്ണം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് എണ്ണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അല്ലേ വരുന്നത്. അപ്പർ കേസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നാണ്. അപ്പോൾ ആദ്യത്തേത് ഇവിടെ എ തൊട്ട് ഇസഡ് വരെ ഉള്ള ഏത് വേണമെങ്കിലും വരാം. എത്ര എണ്ണം ഉണ്ട്? എ മുതൽ ഇസഡ് വരെയുള്ള ഏത് വേണമെങ്കിലും വരാം. എത്ര എണ്ണം ഉള്ളത്? 26 ആണുള്ളത് അല്ലേ. 26 ആണുള്ളത്. ഇവിടെ അതുപോലെ ഇവർ പ്രത്യേകിച്ച് അങ്ങനെ എന്ത് പറയുന്നില്ല, മറ്റ് കണ്ടീഷനൊന്നും പറയുന്നില്ല. ഇവിടെ ഒന്നും വന്നാൽ അത് തന്നെ ഇവിടെ വരാൻ പാടില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. സോ ഇവിടെയും എ മുതൽ ഇസഡ് വരെയുള്ള 26 ആൽഫബറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വണ്ണും അതേപോലെ തന്നെ എ മുതൽ ഇസഡ് വരെയുള്ള 26 ഇംഗ്ലീഷ് അപ്പർ കേസ് ലെറ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും 26, ഇവിടെയും 26 ഏതെങ്കിലും ഒരെണ്ണം വരും, ഇവിടെയും 26 ഏതെങ്കിലും വരും. ഇനി ഫോളോഡ് ബൈ 3 ഡിജിറ്റ്സ്. ഇനി ബാക്കി 3 എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ് ആണ്. ഡിജിറ്റ്സ് എത്ര മുതൽ വരാം? 0 to 9 വരെ അല്ലേ. 0 to 9 വരെ എന്ന് പറയുമ്പം എത്ര വരും? 10 എണ്ണമാണ് വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെ 0 to 9 10 വരും. ഇതും 0 to 9 10 വരും. ഓക്കെ, ഇവിടെയും ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യരുത് എന്നൊന്നും പറയുന്നില്ല. 10 ഡിജിറ്റ് ഉള്ളതിൽ ഏത് വേണമെങ്കിലും ഈ 3 എണ്ണത്തിൽ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 26 ആൽഫബറ്റ്സ്, ഇവിടെയും 26, ഇവിടെയും 26, ബാക്കിയെല്ലാം 10 10 10. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് ടോട്ടൽ വരിക? ഇങ്ങനെ വരും 26 × 26 അപ്പോൾ എത്ര ഡിഫറെൻറ്റ് നമ്പർ പ്ലേസ് നമുക്ക് ഇതുകൊണ്ട് ഫോം ചെയ്യാമെന്ന് ചോദിച്ചാൽ 26 × 26 × 26 10 × 10 × 10 ഇത്രയും നമ്പർ പ്ലേറ്റ്സ് നമുക്ക് ഫോം ചെയ്ത് ഈ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നതിൽ ഫോം ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മതി. നമ്മൾ എടുത്തേക്കുന്ന സൊല്യൂഷൻ ഇത് പ്രൊഡക്റ്റ് റൂൾ ഒന്ന് വായിക്കാം.
there are 26 into 26 into 26 into 10 into 10 into 10 that is equal to എത്രയാണ് 3 ഡിജിറ്റ് വരും അല്ലേ 1,75,76,000 ഡിഫറെൻറ്റ് പോസിബിൾ ലൈസൻസ് പ്ലേറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു കണ്ടീഷൻ വെച്ച്. ഓക്കെ, മനസ്സിലായല്ലോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രൊഡക്റ്റ് റൂൾ ഇൻ ടേംസ് ഓഫ് സെറ്റ്സ്. നമ്മൾ സം റൂൾ ഇൻ ടേംസ് ഓഫ് സെറ്റ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് റൂൾ ഇൻ ടേംസ് ഓഫ് സെറ്റ്. ഓക്കെ, ഇഫ് A1 A2 etc. AM are finite sets, then the number of elements in the Cartesian product of the sets is the product of the number of elements of each set എന്നറിയാം അല്ലേ. ഇതിനകത്ത് A1നകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ട്, A2നകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ട്, AM-നകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ട്, ആ നമ്പർ എലിമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതുകൊണ്ടുള്ള കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് A1 ക്രോസ് A2 ക്രോസ് എക്സെട്ര AM-നകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ എന്ന് പറയുന്നത് ഓരോ സെറ്റിനകത്ത് എലിമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഇനി the task of choosing an element in the Cartesian product A1 cross A2 cross etc. cross AM is done by choosing an element in A1, an element in A2 and an element in AM അല്ലേ. നമുക്കറിയാം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനകത്ത് A1 ക്രോസ് A2 ക്രോസ് എക്സെട്ര ക്രോസ് AM അല്ലേ. ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനകത്ത് എങ്ങനെയാണ് എലമെൻറ്റ്സ് വരുന്നത്, ആദ്യത്തെ എലമെൻറ്റ് A1-ൽ നിന്ന് എടുക്കുന്നു, രണ്ടാമത്തേത് A2-ൽ നിന്ന് എടുക്കുന്നു എക്സെട്ര. പിന്നെ എങ്ങനെയാണ് M ടപ്പിളാണ് വരുന്നത് അല്ലേ, ലാസ്റ്റിലത്തെ AM-ൽ നിന്നും എടുക്കുന്നു. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ബൈ ദ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ സം റൂൾ എഴുതിയില്ലേ, എന്താണ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AM എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് A1 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് A2 പ്ലസ് എക്സെട്ര കാർഡിനാലിറ്റി ഓഫ് AM. അതുപോലെ തന്നെയാണ് എന്ത് പ്രൊഡക്റ്റ് റൂളിൻ്റെ വരുന്നത്, എന്താണെന്നേ ഉള്ളൂ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഓരോ സെറ്റ്സിൻ്റെയും കാർഡിനാലിറ്റിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ A1 ഡോട്ട് A2 എക്സെട്ര ഡോട്ട് AM. ഇനി നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് സം റൂൾ പറഞ്ഞില്ലേ, നമ്മൾ 2 ടാസ്കിൽ നിന്ന് നമ്മൾ M ടാസ്കിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞല്ലേ, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് റൂളും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. ഓക്കെ, ലെറ്റ് T1 T2 എക്സെട്ര TM ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ടാസ്ക്. എത്ര ടാസ്ക് ഉണ്ട്, TM ടാസ്കുകളുണ്ട്. ആൻഡ് N1 N2 എക്സെട്ര NM ബി ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ടു ഡു ദ ടാസ്ക്. ഇനിയും ഈ ടാസ്കുകൾ ചെയ്യാനായിട്ട് എത്ര വേസ് ആണുള്ളത്, T1 ടാസ്ക് ചെയ്യാൻ N1 വേസ്, T2 ടാസ്ക് ചെയ്യാൻ N2 വേസ് എക്സെട്ര, TM ടാസ്ക് ചെയ്യാൻ NM വേസ് ആണല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് വേസ് ടു ഡു ദ ടാസ്ക്, ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ടു ഡു ദ ടോട്ടൽ ടാസ്ക്. ഇനി മൊത്തത്തിൽ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര വേസ് ആണുള്ളത്, N1 ഇൻറ്റു N2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു NM. എത്ര, N1 ഇൻറ്റു N2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു NM വേസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈ ടോട്ടൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ സം റൂൾ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് എക്സാമ്പിൾ ഇനി കമ്പൈനിങ് ദ സം റൂൾ ആൻഡ് പ്രൊഡക്റ്റ് റൂൾ. ഈ ഒരു സം റൂളിൻ്റെയും പ്രൊഡക്റ്റ് റൂളും കൂടെ കമ്പൈൻ ചെയ്ത് ഏതെങ്കിലും ഒരു പ്രോബ്ലം വരുമോ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. നോക്കിക്കേ, സപ്പോസ് സ്റ്റേറ്റ്മെൻറ്റ് ലേബിൾസ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്യാൻ ബി ഐദർ എ സിംഗിൾ ലെറ്റർ ഓർ എ ലെറ്റർ ഫോളോഡ് ബൈ എ ഡിജിറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ലേബിൾസിനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ ആവാം, ഒന്നെങ്കിൽ ഒരു സിംഗിൾ ലെറ്റർ ആവാം, ഒരു സിംഗിൾ ലെറ്റർ ഓർ എ ലെറ്റർ ഫോളോഡ് ബൈ എ ഡിജിറ്റ്. സിംഗിൾ ലെറ്റർ ഓർ എ ലെറ്റർ ഫോളോഡ് ബൈ എ ഡിജിറ്റ് അല്ലേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിബിൾ ലേബിൾസ്. അങ്ങനെയാണെങ്കിൽ എത്ര പോസിബിൾ ലേബിൾസ് ഉണ്ടാകും. എന്താണ് കണ്ടീഷൻ, അത് സിംഗിൾ ലെറ്റർ ആകാം അല്ലേ. സിംഗിൾ ലെറ്റർ എന്ന് പറയുമ്പോൾ എത്ര ആൽഫബറ്റ്സ് ആണ് അല്ലേ, എത്ര ലെറ്റേഴ്സ് വരാം നമുക്ക്, 26 ഉണ്ട്. ഓർ വന്നിവിടെ കണ്ടോ, ഓർ പ്രധാനമാണ്, നോട്ട് ചെയ്യണം. ഇവിടെ ഓറാണ് വന്നേക്കുന്നത്. ഓർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് ഇടുന്നു. ഓക്കെ, ഓർ എ ലെറ്റർ ഫോളോഡ് ബൈ എ ഡിജിറ്റ്. ഒരു ലെറ്ററും അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വരുന്നു, ഒരു ഡിജിറ്റും കൂടെ വരുന്നു. ഇൻറ്റു കൊടുക്കുക ഇവിടെ. എ ലെറ്റർ ഫോളോഡ് ബൈ എ ഡിജിറ്റ്. ലെറ്റർ എത്ര വേസ് ഉണ്ട്, 26 നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ, 26 വേസിൽ. അതേപോലെ ഡിജിറ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ളത് 10 വേസ്. അപ്പം ഏതൊരു ലെറ്റർ വന്നാലും അതിൻ്റെ കൂട്ടത്തിൽ ഈ 10 എണ്ണം വരാനുള്ള സാധ്യതയുണ്ട്. സോ 26 × 10 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു സിംഗിൾ ലെറ്റർ ഓർ ലെറ്റർ ഫോളോഡ് ബൈ എ ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് നമുക്ക് എഴുതാം, 26 + 26 × 10. അപ്പോൾ ഇത് വരും 26 + 260 286.
286 എന്ന് വരും ആൻസർ. ഓക്കെ, അതിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ലേബൽസ് ഇൻ പ്രോഗ്രാം ക്യാൻ ബി ഐദർ എ സിംഗിൾ ലെറ്റർ, ഒന്നെങ്കിൽ ഒരു സിംഗിൾ ലെറ്റർ ഓർ എ ലെറ്റർ ഫോളോഡ് ബൈ എ ഡിജിറ്റ് അല്ലേ. ഒന്നെങ്കിൽ സിംഗിൾ ലെറ്റർ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരാം. അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റീസ് എത്രയാണ്? 26 + 260, അപ്പോൾ 286 എന്ന് വരും. ഓക്കെ, അതാണ് സമ്മും പ്രൊഡക്റ്റും കൂടെ ഒരുമിച്ച് നമ്മൾ അപ്ലൈ ചെയ്തൊരു പ്രോബ്ലം ആണ് അത്. ഇനി ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ ഇതുപോലെ തന്നെ. സപ്പോസ് എ ബോക്സ് കണ്ടെയ്ൻസ് 5 ബ്ലാക്ക് ബോൾസ്, 4 റെഡ് ബോൾസ് ആൻഡ് 3 ഗ്രീൻ ബോൾസ്. ഓക്കെ, എത്ര ബോൾസ് ആണുള്ളത്? 5 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, 4 റെഡ് ബോൾസ് ഉണ്ട്, അതുപോലെ തന്നെ 3 ഗ്രീൻ ബോൾസും ഉണ്ട്. ഹൗ മെനി വേസ് എ ബോൾ ക്യാൻ ബി സെലക്റ്റഡ് ഫ്രം ദിസ് ബോക്സ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? എത്ര വേസ് നമുക്ക് ഈ ബോക്സിൽ നിന്നും ഈ ബോൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും? എത്രയൊക്കെ വേസിൽ നിന്നാണ്? 5 ബോൾസ് സെലക്ട് ചെയ്യാനായിട്ട് എത്ര വേസ് ആണുള്ളത്? 5 വേസ് ആണുള്ളത് അല്ലേ. 5 ബോൾസ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് 5 വേസ് ആണുള്ളത്. അതുപോലെ തന്നെ 4 ബോൾ സെലക്ട് ചെയ്യാനായിട്ട് 4 വേസ്, 3 ബോൾ സെലക്ട് ചെയ്യാനായിട്ട് 3 വേസ്. ടോട്ടൽ എത്ര? 5 + 4 9, 9 + 3 12. ടോട്ടൽ 12 വേസ് ആണ് നമുക്ക് ഉള്ളത്. പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറയുന്നില്ല. നമുക്ക് ഹൗ മെനി വേസ് എ ബോൾ ക്യാൻ, ഒരു ബോൾ സെലക്ട് ചെയ്യാനായിട്ട് എത്ര വേസ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ക്ലാസ്സിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ബോയ്സ് ഗേൾസിൽ നിന്നും ഒരു ലീഡറെ സെലക്ട് ചെയ്യാനായിട്ട് എത്ര വേസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണോ ബോയ്സിൻ്റെ എണ്ണം പ്ലസ് എത്ര എണ്ണമാണോ ഗേൾസിൻ്റെ എണ്ണം. അതുപോലെ തന്നെ ഇത്രയും സെറ്റ് ബോൾസ് ഉണ്ട്, അതിൽ നിന്നും 5 ബ്ലാക്ക് ബോൾസ് സെലക്ട് ചെയ്യാനായിട്ട് 5 വേസ് ആണ്, പ്ലസ് 4 റെഡ് ബോൾ സെലക്ട് ചെയ്യാൻ 4 വേസ് ആണ്, 3 ഗ്രീൻ ബോൾ സെലക്ട് ചെയ്യാൻ 3 വേസ് ആണ്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര വേസ് ഉണ്ട്? 12 വേസ് ഉണ്ട്. 12 വേസ് ഉണ്ട് നമുക്കൊരു ബോൾ ആ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്പർ ഓഫ് വേസ് ടു സെലക്ട് എ ബ്ലാക്ക് ബോൾ ആൻഡ് എ ഗ്രീൻ ബോൾ. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായി. ഏതാ ഇത്? ഫസ്റ്റ് ഹൗ മെനി വേസ് എ ബോൾ ക്യാൻ ബി സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ടു സെലക്ട് എ ബോൾ ഈക്വൽ ടു 5 + 4 + 3, ദാറ്റ് ഈസ് 12 വേസ്. ഇനി ഹൗ മെനി വേസ് ആർ ദെയർ ടു സെലക്ട് 1 ബ്ലാക്ക് ബോൾ ആൻഡ് 1 ഗ്രീൻ ബോൾ? എത്ര വേസാണ്? ഒരു ബ്ലാക്ക് ബോളും ഒരു ഗ്രീൻ ബോളും സെലക്ട് ചെയ്യാനായിട്ട് എത്ര വേസാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്യാനായിട്ട് എത്രയാണുള്ളത്? ഓക്കെ, ടു സെലക്ട് 1 ബ്ലാക്ക് ബോൾ ആൻഡ് 1 ഗ്രീൻ ബോൾ. കണ്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് ബോൾ ആൻഡ് ഗ്രീൻ ബോൾ എന്നാണ്. അപ്പോൾ ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള എത്ര വേസസ് ആണ്? 5 ആണ്. അതുപോലെ തന്നെ ഗ്രീൻ ബോൾ സെലക്ട് ചെയ്യാനായിട്ട് എത്രയാണ്? 5 ആൻഡ്. അപ്പോൾ ഒന്നിച്ചാണ്, 2 ടാസ്കും ഒരുപോലെ നടത്തണം. നമുക്ക് ഒരു ബ്ലാക്ക് ബോളും സെലക്ട് ചെയ്യണം, കൂട്ടത്തിൽ ഒരു ഗ്രീൻ ബോളും സെലക്ട് ചെയ്യണം. സോ അപ്പോൾ ടോട്ടൽ വേസ് എത്രയാണ്? 5 × 3, 5 × 3 15 വേസ് ആണ്. ഒരു ബ്ലാക്ക് ബോളും ഒരു ഗ്രീൻ ബോളും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് വേണ്ട വേസ്, ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? സം റൂളും പ്രൊഡക്റ്റ് റൂളും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഓക്കെ, ഇനിയും ഒരു എക്സാമ്പിളും കൂടെ പറയാം. എ ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് എ പിൻ ടു യൂസ്. ഒരു ഡെബിറ്റ് കാർഡിന് ഒരു പിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഹൗ മെനി വേസ് ക്യാൻ ബി യൂസ് ടു സെലക്ട് എ 4-digit പിൻ നമ്പർ? ഒരു 4-digit പിൻ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യണം. അതിന് എത്ര വേസ് യൂസ് ചെയ്യാം? ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 4-digit അല്ലേ വേണ്ടേ? 4-digit പിൻ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 10 digits ഇവിടെ വരും. ഇവിടെ അടുത്ത നമ്പറും 10 digitsൽ നിന്ന് ഏതെങ്കിലും, ഇവിടെയും 10 digitsൽ നിന്ന് ഏതെങ്കിലും, ഇവിടെയും 10 digitsൽ നിന്ന് ഏതെങ്കിലും. പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും അവർ പറഞ്ഞിട്ടില്ല. സോ എത്ര വേസ് വരും? 10 × 10 × 10 × 10. 10,000 വേസിൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? ഒരു പിൻ നമ്പർ, നമുക്ക് ഒരു 4-digit പിൻ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂളിൻ്റെ ആപ്ലിക്കേഷൻ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രൊഡക്റ്റ് റൂളിലെ സം റൂളിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ചോദിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളിന്ന് അടുത്ത ക്ലാസ് സം റൂളും പ്രൊഡക്റ്റ് റൂളും ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.